സ്കൂളിലും കോളേജിലുമൊന്നും പോകാതെ ചങ്ക് ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്ത് അവരുടെ കൂടെ കാട്ടി നടന്ന അലമ്പുകളൊക്കെ അയവിറക്കിക്കൊണ്ട് നമ്മുടെ റൂമുകളിൽ അടച്ചിരുന്ന് നമ്മുടെ സമ്മർ വെക്കേഷൻ തള്ളി നീക്കുന്നവർക്കാണ് ഇന്നത്തെ വീഡിയോ. സൂര്യൻ കരിച്ചു കളയുമെന്ന പേടിയിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ വയ്യാതെ തൽക്കാലം ഫുഡിനെയും ഉറക്കത്തെയും മൊബൈലിനെയും ആശ്രയിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ സമ്മർ വെക്കേഷൻ തള്ളി നീക്കുന്നത്. ഈ ഒരു അവസരത്ത് നമ്മുടെ ഈ ഒരു സമയം നമുക്ക് എങ്ങനെ വാല്യുബിളായി യൂസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തുടങ്ങാം മക്കളെ. നമ്മുടെ വെക്കേഷൻ കളറാക്കാനുള്ള ടിപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് വേഗം നോക്കാം. ആദ്യം പറയുന്നത് നമ്മുടെ ഒഴിവ് സമയം നമുക്ക് നമ്മുടെ അമ്മയിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളെല്ലാവരും അമ്മമാരിലൂടെയാണല്ലോ ഈ ലോകത്തെത്തിയത് അല്ലേ? അപ്പോൾ അമ്മയിലൂടെ തുടങ്ങാം. നോക്കൂ, നിങ്ങളുടെ അമ്മമാർക്ക് ഒരുപാട് ജോലി ഉണ്ടാവില്ലേ? അപ്പോൾ അമ്മമാരെ പോയി അവരുടെ ജോലിയിൽ സഹായിക്കുക. ആ ജോലിയിൽ സഹായിക്കുന്നതോടുകൂടെ നമ്മളും എന്ത് ചെയ്യുകയാണ്? ആ ജോലി പഠിക്കുകയാണല്ലേ. ഒരു 10 പാത്രം കഴിയുമ്പോഴേക്കും വൃത്തിയായ ഒരു പാത്രം കഴുകാനുള്ള ആ ഒരു ക്ലാസ് നമുക്ക് അമ്മയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് നമ്മുടെ ഭാവി ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ പേപ്പർ പ്ലേറ്റിലും ഇലയിലും മാത്രമേ കഴിക്കുകയുള്ളൂ, അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ജോലിക്ക് പോകണ്ട കേട്ടോ. നമുക്ക് പാത്രം കഴുകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. എന്തായാലും സാധ്യമല്ല അല്ലേ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് എന്തായാലും ഈ ജോലിയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു പാത്രം കഴുകുക എന്നത് വളരെ സിമ്പിളായൊരു ജോലിയാണെങ്കിലും നമ്മൾ അതിലൂടെ ഒരു സ്കില്ല് പഠിക്കുന്നുണ്ടല്ലേ. നന്നായി പാത്രം കഴുകാൻ പഠിക്കുന്നു. അതിലൂടെ നോക്കൂ, നമ്മുടെ അമ്മയെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഇല്ലേ? അത് മാത്രമല്ല, നമ്മുടെ അമ്മമാർ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ഓരോ കാര്യങ്ങളും എത്തിച്ചു തരുന്നത് എന്ന് അമ്മയുടെ കൂടെ കുറച്ചു നേരം നമ്മൾ അടുക്കളയിൽ നിന്നാൽ നമുക്ക് മനസ്സിലാകും. അപ്പം ഞാൻ ആദ്യം പറയുന്നത്, നിങ്ങൾ കിച്ചണിലേക്ക് ചെല്ലുക. കിച്ചണിലെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ പ്ലേ ഗ്രൗണ്ട്, നമ്മൾ ഫുട്ബോളും ഇതൊക്കെ കളിക്കുന്ന ആ ഒരു ഗ്രൗണ്ടാണെന്നുണ്ടെങ്കിൽ അമ്മമാരുടെ പ്ലേ ഗ്രൗണ്ട് ശരിക്കും കിച്ചണാണല്ലേ. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് പോയി അവിടെ ഏതൊക്കെ ആക്ടിവിറ്റീസാണ് അവർ ചെയ്യുന്നത്, എത്ര കഷ്ടപ്പെട്ടാണ് ഓരോന്നും ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക. ഇത് നിങ്ങളും നിങ്ങളുടെ അമ്മയും തമ്മിലുള്ള ബന്ധം കൂട്ടാൻ സഹായിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്ത് ചെയ്യും? അമ്മയ്ക്ക് തോന്നും അല്ലേ, എൻ്റെ മകൻ എന്നെ സഹായിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മകൾ എന്നെ സഹായിക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ വെക്കേഷനിൽ നല്ല നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തരും. അതല്ലെങ്കിൽ തന്നെയും അമ്മയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം കൂടും അല്ലേ? അതിൽ നിന്ന് നിങ്ങൾ തമ്മിലുള്ള ബന്ധവും കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഗോ ടു ദ കിച്ചൺ ആൻഡ് ഹെൽപ്പ് യുവർ മദർ. അടുത്ത ടിപ്സ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടൊപ്പം മാർക്കറ്റിലേക്ക് പോവുക. മാർക്കറ്റിൽ പോയി അച്ഛനെ ബുദ്ധിമുട്ടിക്കാനല്ല കേട്ടോ. അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് അവർ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കത് വേണം എനിക്കിത് വേണം എന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനല്ല നിങ്ങൾ പോകുന്നത്. അവിടെയുള്ള മാർക്കറ്റിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കാനാണ്. എങ്ങനെയാണ് ഒരു സാധനം വാങ്ങുക, എങ്ങനെയാണ് ഓരോന്നിൻ്റെയും വില, എങ്ങനെയാണ് ഓരോന്നിൻ്റെയും മാർക്കറ്റ് വാല്യൂ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഈ ഒരു സംഭവം സഹായിക്കും. ഒപ്പം തന്നെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടും അതുപോലെ തന്നെ എത്ര പൈസ മുടക്കിയുമാണ് നമ്മളെ വളർത്തുന്നത്, നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു സംഭവം നമ്മളെ സഹായിക്കും. അപ്പോൾ മാർക്കറ്റിലേക്ക് പോകുക, അവരെ ബുദ്ധിമുട്ടിക്കുകയല്ല, അവരുടെ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ. ഇത് നിങ്ങളുടെ അച്ഛനും നിങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ഒന്നുകൂടെ ദൃഢപ്പെടുത്തുന്നു. നമ്മൾ നമ്മുടെ അച്ഛനെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യാനും കൂടുതൽ കെയർ ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ ഇതൊരു കാരണമാകുന്നു. ഒപ്പം തന്നെ തിരിച്ചും. സെക്കൻഡ് ടിപ്പ്, ഗോ ടു ദ മാർക്കറ്റ് വിത്ത് യുവർ ഫാദർ. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ റൂം റീമേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ നിങ്ങൾ കിടക്കുന്ന നിങ്ങളുടെ ആ ഒരു സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ റൂംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കി വേണ്ടിയ സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ കൃത്യമായി ഭംഗിയാക്കി അടുക്കി പെറുക്കി വെച്ച് ഉള്ള സാധനം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് ആ റൂമിനെ ഒന്ന് മനോഹരമാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിനെയും ഇതുപോലെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. വേണ്ടാത്ത സംഭവങ്ങളും വേണ്ടാത്ത കാര്യങ്ങളുമൊക്കെ നമ്മുടെ മൈൻഡിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി വേണ്ട കാര്യങ്ങൾ വെച്ച് ഉള്ള കാര്യങ്ങൾ വെച്ച് നമ്മുടെ ലൈഫിനെ നന്നായി അപ്രോച്ച് ചെയ്യാൻ നമ്മളെ ഈ ഒരു ഗുണം സഹായിക്കും. അടുത്തത്, ഒരു വിഷൻ ബോർഡ് നിർമ്മിക്കുക എന്നുള്ളതാണ്.
ഈ വിഷൻ ബോർഡിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ഗോൾസ്, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങൾക്ക് എന്തൊക്കെ ആവണം, എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്ക് നേടിയെടുക്കണം, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബോർഡ് നിർമ്മിച്ച് നിങ്ങളുടെ റൂമിലേക്ക് വെക്കാം. ഇത് നിങ്ങളെ സ്വയം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് പോകാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അമേരിക്കയുടെ ഒരു ചിത്രം കളക്ട് ചെയ്ത് ഈ വിഷൻ ബോർഡിൽ ഒട്ടിക്കുന്നു. ഇത് കാണുന്നതോടുകൂടെ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലിങ്ങനെ ഉറച്ചു കിടക്കും. എനിക്ക് അമേരിക്കയിൽ എത്തണം 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 എന്നുള്ള ആ ഒരു ചിന്ത, അത് നിങ്ങളെ സെൽഫായി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ വഴികൾ നിങ്ങൾ തന്നെ തുറന്ന് കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഷൻ ബോർഡ് നിർമ്മിക്കുക. ഇതിൽ നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് പോണ കാര്യം മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം, നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ബ്യൂട്ടി, നിങ്ങളുടെ ബോഡി എങ്ങനെയായിരിക്കണം, ഇതെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിഷൻ ബോർഡ് നിർമ്മിക്കാം. ഇത് നിങ്ങളെ എന്നും കൂടെ തന്നെ ഉണ്ടാകും, നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കരുത്തേകിക്കൊണ്ട്. നെക്സ്റ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ റീഡിംഗ് ആണ്. നമുക്കറിയാം, വായന കൊണ്ട് ഒരുപാട് നല്ല ശീലങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അപ്പോൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്താൻ ഈ വായന നമ്മളെ സഹായിക്കും. മാത്രമല്ല, നമ്മുടെ കണ്ണുകളെയും അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെയൊക്കെ വികാസത്തിന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഈ വായന. നമ്മുടെ കണ്ണുകൾ ഈ സ്ക്രീനിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന നേരം കൊണ്ട് നമ്മൾ ഈ പുസ്തകത്തിലേക്കാണ് നോക്കുന്നതെങ്കിൽ അതിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ടല്ലേ. നമ്മുടെ ഓർമ്മശക്തി കൂടാനും നമ്മുടെ ചിന്താശേഷി വർദ്ധിക്കാനും ഒക്കെ വായന നമ്മളെ വളരെയധികം സഹായിക്കും. മാത്രമല്ല, നല്ലൊരു കഥ വായിച്ച് അത് നമ്മുടെ മനസ്സിൽ തന്നെ അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ തെളിയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾക്ക് സിനിമ കാണുന്നതിനേക്കാളിലുമുള്ള ഒരു നല്ല അനുഭൂതി ഇതിലൂടെ ലഭിക്കും. അടുത്തത്, നിങ്ങൾ നിങ്ങളുടെ നാച്ചുറുമായിട്ട് ഒന്ന് സംവദിക്കുക, അഥവാ നിങ്ങളുടെ പ്രകൃതിയേക്കൊന്ന് നിങ്ങൾ നിരീക്ഷിക്കുക. ഈ പ്രകൃതി നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ നല്ല സംഭവമാണ്. നമുക്കറിയില്ല അല്ലേ, രാവിലെ എങ്ങനെയാണ്, വൈകുന്നേരം എങ്ങനെയാണ്, ആ സമയത്ത് ആകാശം എങ്ങനെയാണ്, ചന്ദ്രൻ എങ്ങനെയാണ്, ആ സമയത്ത് പക്ഷികളൊക്കെ എന്ത് ചെയ്യുന്നു, നമുക്കിതൊന്നും അറിയില്ല. കാരണം നമ്മളെല്ലാവരും ഇന്ന് തിരക്ക് പിടിച്ച ലോകത്ത് ടി വിയുടെയും മൊബൈലിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെ നടക്കുകയാണല്ലേ. അപ്പോൾ ഇപ്പം കിട്ടുന്ന ഈ ഒരു സമയം നമ്മൾ നല്ല വൃത്തിയായി ഉപയോഗിക്കുക. ഇത് നമ്മുടെ കണ്ണുകൾക്കും വളരെ ആനന്ദകരമാണ്. നല്ല പച്ചപ്പ് കാണുന്നത് നമ്മുടെ കണ്ണിന് വളരെ സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകൾ കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ സന്തോഷിപ്പിക്കുക. ഇത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം നമ്മൾ ഒരുപാട് നല്ല നല്ല മൂല്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കുറേ കാര്യങ്ങളിലൂടെ എടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ടാക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അച്ഛനും അമ്മയുമായി ആയിട്ടുള്ള ബന്ധം നമ്മൾ വളർത്തിയെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ റൂംസൊക്കെ ക്ലീനാക്കി നമുക്ക് സമാധാനം ലഭിച്ചു. നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ തീരുമാനിച്ചു. നമ്മൾ പ്രകൃതിയുമായിട്ടൊക്കെ സംവദിച്ചു. അങ്ങനെ നമ്മുടെ ശരീരത്തിനെയും കണ്ണിനെയും ഒക്കെ നമ്മൾ ഊർജ്ജസ്വലരാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ക്രിയേറ്റീവായി നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കാനും അതുപോലെ നമ്മുടെ ഫെയിം ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിനുള്ള ഒരു പ്രധാന മാർഗ്ഗമാണ് യൂട്യൂബ് ചാനൽ എന്നുള്ളത് അല്ലേ. നിങ്ങൾക്കറിയാം, ഒരുപാട് പേരാണ് യൂട്യൂബ് ചാനലിലൂടെ മുന്നിലേക്ക് വരുന്നത്. ഞാൻ പറയട്ടെ, എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ച് മുന്നിലേക്ക് വരിക എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ കണ്ടൻറ്റിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളടക്കത്തിലൂടെ ഒരാൾക്ക് ജീവിതത്തിൽ നല്ലതുണ്ടാകണം. നല്ല നല്ല ക്രിയേറ്റിവിറ്റി അവരിൽ വർദ്ധിക്കാനുള്ള കാരണക്കാരായി നിങ്ങൾ മാറണം. അതല്ലാതെ തുണി അലക്കുന്നതും ചോറുണ്ണതും ചാറ് വയ്ക്കുന്നതും ഒന്നുമല്ല നമ്മൾ ഇതിലൂടെ കൊണ്ടുവരേണ്ടത്. നിങ്ങളുടെ നല്ല നല്ല കഴിവുകൾ, ഉദാഹരണം നിങ്ങൾക്ക് നന്നായി വരയ്ക്കാൻ അറിയാമെങ്കിൽ ആ കഴിവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് കൊണ്ടുവരാം. നന്നായി പാടാൻ കഴിവുള്ളവർക്ക് അത് കൊണ്ടുവരാം. നന്നായി കുക്കിംഗ് അറിയുന്നവർക്ക് അത് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നല്ലൊരു കണ്ടൻറ് മേക്കറായി മാറാം. അടുത്ത ഞാൻ പറയുന്നത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്കാണ്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒഴിവ് സമയത്തിരുന്ന് വൃത്തിയായി ചെയ്യാൻ പറ്റുന്ന
രണ്ട് സംഭവങ്ങളാണ്. നന്നായി വരയ്ക്കാൻ അറിയുന്നവർക്ക് നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് അതെല്ലാം എന്ത് ചെയ്യാം, നമ്മുടെ റൂമിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരച്ച് വയ്ക്കാം. ഇനി ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പൈസ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ. നമ്മൾ കഴിച്ച് വെറുതെ കളയുന്ന ഈത്തപ്പഴത്തിൻ്റെ കുരു കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം, പിസ്ത ഷെല്ല് കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഈ തൊലി ഉണ്ടല്ലോ, അതുകൊണ്ട് പൂക്കൾ ഉണ്ടാക്കുന്നവരുണ്ട്, ഈ നമ്മുടെ ചിരട്ട കൊണ്ടുണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് പല പല കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി അതല്ല, നമ്മൾ ഒരുപാട് തിങ്സ് വെളിയിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ഇത് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇതിലൂടെയും നമുക്ക് ഒരുപാട് ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഈ വഴികളൊക്കെ ഒന്ന് തുറന്നു നോക്കുക. അതിനുള്ള നല്ല സമയമാണ് നമ്മുടെ ഈ വെക്കേഷൻ. അടുത്തത് പറയുന്നത് കുക്കിംഗ് അല്ലെങ്കിൽ ബേക്കിംഗ് ഒക്കെ പഠിക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ചിലവർക്കൊക്കെ കുക്കിംഗ് ഒക്കെ വളരെ താല്പര്യമായിരിക്കും. അപ്പോൾ അതിനുള്ളൊരു സമയം കിട്ടുക എന്നുള്ളതായിരിക്കും നമുക്ക് കുറവ്. അപ്പോൾ ഇപ്പോൾ ധാരാളം സമയമുണ്ട്. നമ്മൾക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഈ സമയത്ത് കുക്കിംഗ് ചെയ്ത് പഠിക്കാം. നല്ല സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ പഠിക്കാം. ഇത് നമുക്കറിയാമല്ലോ, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ ചിലവഴിക്കുന്നത് ഒന്ന് ഫുഡിന് വേണ്ടിയാണ്. അപ്പോൾ ഈ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനുണ്ട്. ഒരുപാട് ഇന്നൊവേറ്റീവായിട്ട് നമുക്ക് തന്നെ നമ്മുടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പഠിക്കാം. നല്ല ബേക്കിംഗ് ഒക്കെ പഠിക്കാം. ഇത് നമ്മുടെ വീട്ടുകാർക്ക് ഉപയോഗമാണ്. ഒരു പക്ഷേ ഒരു ദിവസം അമ്മയ്ക്കോ അച്ഛനോ ഒന്നും വയ്യ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് നമ്മുടെ കോൺഫിഡൻ്റായിട്ട് എന്ത് ചെയ്യാം, നല്ല കോൺഫിഡൻ്റായി അന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി അവരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇത് നിങ്ങളുടെ ഭാവിക്കും വളരെയധികം ഗുണം ചെയ്യും. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഫാമിംഗ് ആണ്. ഫാമിംഗ് കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. നമ്മുടെ വീട്ടിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രത്യേകമായിട്ടുള്ളൊരു അനുഭൂതിയുണ്ട്. അത് വേറെ എവിടെ നിന്നും കിട്ടില്ല അല്ലേ. നമ്മൾ അധ്വാനിച്ച് ആ ചെടിയിൽ ഒരു കായോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫലമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പറിച്ച് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല. അതുപോലെ തന്നെ ഇത് നമ്മുടെ വീട്ടുകാർക്കും സഹായമായിരിക്കും. ഈ 2 മാസം വെക്കേഷനിൽ നമ്മൾ ഈ പണിയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി ഈ പണി നമ്മുടെ വീട്ടുകാർ തന്നെ എന്ത് ചെയ്യും, തുടർന്ന് കൊണ്ടുപോകും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു ഹീറോയായി മാറാനുള്ള അവസരം കൂടെയാണ് ഇത്. ചെറിയ ചെറിയ വിത്തിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങി നമ്മുടെ വീട്ടിൽ നമുക്കാവുന്ന രീതിയിൽ കൃഷിയൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇത് നമ്മുടെ ബോറടിയൊക്കെ മാറ്റാനും അതുപോലെ തന്നെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ വളരെയധികം സഹായിക്കും. മാത്രമല്ല നമ്മൾ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങും, പ്രകൃതിയെ നമ്മൾ ഒരുപാട് സ്നേഹിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളിൽ ഒരുപാട് മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും, നല്ലൊരു മനുഷ്യനായി തീരാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഭാവിയിൽ നമുക്കിതൊരു കച്ചവടമാക്കി മാറ്റാനും സാധിക്കും. അതിലൂടെ നമുക്ക് നല്ല ഏണിങ്സ് ലഭിക്കും. ഇപ്പം നമുക്കറിയാലോ, നാടൻ പച്ചക്കറികൾക്ക് നല്ല മാർക്കറ്റ് വാല്യൂ ആണ്. അഥവാ നമ്മൾ ജൈവ വളമൊക്കെയാണ് ഇട്ടിട്ടാണ് ഇതൊക്കെ നിർമ്മിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല ലാഭകരമായിട്ടുള്ള ഒരു കച്ചവട രീതി കൂടിയാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞങ്ങൾ കുഞ്ഞല്ലേ, ഇതൊക്കെ സാധിക്കുമോ, എന്തൊക്കെയാ ഈ പറയുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇതെല്ലാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് മെഹന്തി അഥവാ ഹെന്ന മേക്കിംഗ് ആണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലുള്ള മൈലാഞ്ചി ഉപയോഗിച്ച് നമുക്ക് നാച്ചുറലായ രീതിയിൽ ഇതുപോലെയുള്ള ഹെന്ന ഉണ്ടാക്കാൻ സാധിക്കും. അതിന് കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെയാണ് ആവശ്യം. അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു മുതൽക്കൂട്ട് കൂടെയാണ്. ഭാവിയിൽ നമ്മളുടെ പഠനമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു തൊഴിലില്ല എന്നുണ്ടെങ്കിലും നമുക്ക് യാതൊരു വിഷമവും അനുഭവിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും. അതുപയോഗിച്ച് നമുക്ക് വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ ഐഡിയാസൊക്കെ ജീവിതത്തിൽ പകർത്തുക. നമ്മുടെ ബാറ്ററി ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ലോ ആയ ബാറ്ററിയെ ഹൈ ആക്കാൻ നമ്മളെ ഇതെല്ലാം വളരെയധികം സഹായിക്കും. നമ്മുടെ വെക്കേഷൻ മാത്രമല്ല, ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതവും വളരെ
കളർഫുള്ളാക്കാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ വളരെയധികം സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, വെറുതെ വിട്ട് കളയരുത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.